നമസ്കാരം. അടുത്ത കുറച്ച് മിനിറ്റുകളിൽ ഞാൻ നിങ്ങളോട് വെറുതെ സംസാരിക്കുകയല്ല, മറിച്ച് നിങ്ങളെ ഒരു അനുഭവത്തിലൂടെ കൊണ്ടുപോകാൻ പോവുകയാണ്. നിങ്ങളുടെ ചിന്തകളെയും യാഥാർത്ഥ്യത്തെയും ഒരു പുതിയ ദിശയിലേക്ക് മാറ്റാൻ കഴിയുന്ന ഒരനുഭവം. കാരണം ഇവിടെ നമ്മൾ ആശയങ്ങളെക്കുറിച്ചോ സിദ്ധാന്തങ്ങളെക്കുറിച്ചോ മാത്രമല്ല, മറിച്ച് ഒരു മാറ്റത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ മാത്രമല്ല, അനുഭവിക്കാനും കഴിയുന്ന ഒരു മാറ്റം. ഇതുവരെ നിങ്ങളെ തടസ്സപ്പെടുത്തിയിരുന്ന നിങ്ങളുടെ മനസ്സുണ്ടാക്കിയ എല്ലാ പരിമിതികളും പതുക്കെ പതുക്കെ ഇല്ലാതാകുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊന്നും പുറത്തുനിന്നുള്ള ശക്തികളല്ല നിയന്ത്രിക്കുന്നത്, മറിച്ച് നിങ്ങളുടെ സ്വന്തം മനോഭാവവും ഊർജ്ജവുമാണ് അതിന് രൂപം നൽകുന്നതെന്ന് നിങ്ങൾക്ക് ബോധ്യമാകും. ഈ സത്യം നിങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കുന്നതോടെ കാര്യങ്ങൾ സ്വയം യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ നിങ്ങളുടെ വഴിക്ക് വരാൻ തുടങ്ങും. അതുകൊണ്ട് ഒരു അപേക്ഷ മാത്രം. ഈ കുറച്ചു മിനിറ്റുകൾ പൂർണ്ണമായും നിങ്ങൾക്കായി മാറ്റിവെക്കുക. എല്ലാ ശ്രദ്ധയും വ്യതിചലിപ്പിക്കുന്ന കാര്യങ്ങളും മറക്കുക. ഈ നിമിഷത്തിൽ മുഴുകുക. കാരണം ഇപ്പോൾ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് വെറും വിവരങ്ങളല്ല, മറിച്ച് ഒരു പുതിയ യാഥാർത്ഥ്യത്തിലേക്ക് കാലെടുത്തുവെക്കാനുള്ള അവസരമാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങൾ ഓർക്കുക. നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തെ ആത്മാർത്ഥമായി ആഗ്രഹിച്ച നിമിഷങ്ങൾ. ഒരുപക്ഷെ അതൊരു ബന്ധമായിരിക്കാം, ഒരു ജോലിയായിരിക്കാം, ഒരു അവസരമായിരിക്കാം, അല്ലെങ്കിൽ എല്ലാവിധ ശ്രമങ്ങളും നടത്തി നേടിയെടുക്കാൻ ശ്രമിച്ച ഒരു സ്വപ്നമായിരിക്കാം. നിങ്ങൾ അതിനെക്കുറിച്ച് നിരന്തരം ചിന്തിച്ചു, ഓരോ ചെറിയ സാധ്യതകളും പരിശോധിച്ചു, അതിനായി പദ്ധതികളുണ്ടാക്കി, അത് ഉടൻ തന്നെ യാഥാർത്ഥ്യമാകുമെന്ന് നിങ്ങളെത്തന്നെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ നിങ്ങൾ അതിനെ എത്രത്തോളം മുറുകെ പിടിക്കാൻ ശ്രമിച്ചോ അത്രത്തോളം അത് നിങ്ങളുടെ കൈകളിൽ നിന്ന് വഴുതിപ്പോയി. ആ കാര്യം നിങ്ങൾക്ക് ലഭിച്ചില്ല. ഒടുവിൽ ഒന്നുകിൽ നിങ്ങൾ തോൽവി സമ്മതിച്ചു, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല എന്ന് നിങ്ങളെത്തന്നെ വിശ്വസിപ്പിച്ചു. ഇനി ഇതിന് വിപരീതമായ ഒരു സാഹചര്യം ഓർക്കുക. നിങ്ങൾ പ്രതീക്ഷിക്കാതെ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന ഒരു നിമിഷം. ഒരുപക്ഷെ നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചിട്ടുണ്ടാവില്ല, അതിനായി പ്രത്യേക പദ്ധതികളൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല, അതിനുവേണ്ടി രാവും പകലും കഷ്ടപ്പെട്ടിട്ടുമുണ്ടാവില്ല. എങ്കിലും അത് ഒരു മാന്ത്രികത പോലെ നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഒരു സുവർണാവസരം, ഒരു ബന്ധം, അല്ലെങ്കിൽ കഷ്ടപ്പാടുകളില്ലാതെ നിങ്ങൾക്ക് ലഭിച്ച ഒരവസരം. ഇത് എങ്ങനെ ഇത്ര എളുപ്പമായി എന്ന് നിങ്ങൾ പോലും അത്ഭുതപ്പെട്ടുപോയി. ഇപ്പോൾ ഒരു ചോദ്യം ഉയരുന്നു. ഒരു കാര്യത്തെ നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുമ്പോൾ അത് നമ്മളിൽ നിന്ന് അകന്നുപോകുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ഒരു കാര്യത്തെ അത്ര ഗൗരവമായി എടുക്കാത്തപ്പോൾ അത് നമ്മുടെ അടുത്തേക്ക് ഇത്ര എളുപ്പത്തിൽ വരുന്നത് എന്തുകൊണ്ടാണ്? ഇത് വെറും യാദൃച്ഛികമാണോ, അതോ ഇതിനു പിന്നിൽ നിങ്ങൾ ഇതുവരെ ശ്രദ്ധിക്കാത്ത ഒരു ആഴമായ നിയമം പ്രവർത്തിക്കുന്നുണ്ടോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങളുടെ ചിന്തയേക്കാൾ ലളിതവും ആഴമേറിയതുമാണ്. ഈ പ്രപഞ്ചം നിങ്ങളുടെ വികാരങ്ങൾക്കനുസരിച്ച് പ്രതികരിക്കുന്നു. നിങ്ങൾ ഒരു കാര്യത്തിനായി വളരെയധികം ശ്രമിക്കുമ്പോൾ, അതിനു പിന്നാലെ ഓടുമ്പോൾ, അതിനെക്കുറിച്ച് ആകുലപ്പെടുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഇല്ലായ്മയുടെ ഒരു വികാരമുണ്ടാകുന്നു. പ്രപഞ്ചം നിങ്ങളുടെ ഈ ഊർജം തിരിച്ചറിയുകയും അതിനനുസരിച്ച് പ്രതികരിക്കുകയും ചെയ്യുന്നു. അതായത് നിങ്ങൾക്ക് അതേ ഇല്ലായ്മ കൂടുതൽ അനുഭവപ്പെടാൻ തുടങ്ങുന്നു. നിങ്ങൾ ഒരു കാര്യത്തിനു പിന്നാലെ എത്രത്തോളം ഓടുന്നുവോ അത്രത്തോളം പ്രപഞ്ചം അതിനെ നിങ്ങളിൽ നിന്ന് അകറ്റുന്നു. എന്നാൽ നിങ്ങൾ ഒരു കാര്യത്തെ സ്വാഭാവികമായി അംഗീകരിക്കുമ്പോൾ, അത് നിങ്ങളുടേതാണെന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ, അതിന്റെ അഭാവത്തെക്കുറിച്ച് നിങ്ങൾ ആകുലപ്പെടാതിരിക്കുമ്പോൾ നിങ്ങൾ ഒരു വ്യത്യസ്ത ഊർജ്ജത്തിലേക്ക് മാറുന്നു. അത് ഇതിനകം തന്നെ നിങ്ങളുടേതാണെന്ന് കാണിക്കുന്ന ഒരു ഊർജ്ജം. ഈ അവസ്ഥയിലാണ് കാര്യങ്ങൾ സ്വയം നിങ്ങളുടെ അടുത്തേക്ക് ആകർഷിക്കപ്പെടാൻ തുടങ്ങുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ജീവിതത്തിൽ നിങ്ങളെ കൂടുതൽ അലട്ടാത്ത, നിങ്ങൾ ഉത്കണ്ഠപ്പെടാത്ത കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് കണ്ട് നിങ്ങൾ ആശ്ചര്യപ്പെടും. എന്നാൽ നിങ്ങൾ അമിതമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുകൂടാതെ നിങ്ങൾ അപൂർണനാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ പലപ്പോഴും നിങ്ങളിൽ നിന്ന് അകന്നുപോകുന്നു. യഥാർത്ഥത്തിൽ നിങ്ങളുടെ യാഥാർത്ഥ്യം പുറം ലോകത്തിലല്ല, മറിച്ച് നിങ്ങളുടെ മനസ്സിലാണ് ഉണ്ടാകുന്നത്. നിങ്ങൾ കാണുന്നത് പോലെയാണ് ഈ ലോകമെന്ന് കരുതരുത്, മറിച്ച് നിങ്ങൾ എങ്ങനെയാണോ അതിനെ അനുഭവിക്കുന്നത് അതുപോലെയാണ് ഈ ലോകം. നിങ്ങളുടെ ജീവിതം പുറത്തുള്ള സാഹചര്യങ്ങളുടെ ഫലമല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിലെ വികാരങ്ങളുടെയും വിശ്വാസങ്ങളുടെയും പ്രതിഫലനമാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കുന്നതോടെ നിങ്ങളുടെ ലോകം മുഴുവൻ മാറാൻ തുടങ്ങും. ഇപ്പോൾ ചോദ്യമിതാണ്, ഈ നിയമം എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താം? നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് എങ്ങനെ സ്വാഭാവികമായി ആകർഷിക്കാം? ഈ രഹസ്യം മനസ്സിലാക്കുന്നതോടെ നിങ്ങളുടെ മുഴുവൻ യാഥാർത്ഥ്യവും മാറും. നെവിൽ ഗോഡാർഡിന്റെ സിദ്ധാന്തം. നെവിൽ ഗോഡാർഡിന്റെ ഈ സിദ്ധാന്തം അസ്യൂം ദ ഫീലിംഗ് ഓഫ് ദ വിഷ് ഫുൾഫിൽഡ്, ആഗ്രഹം നിറവേറിയെന്നുള്ള വികാരം അനുഭവിക്കുക, നമ്മുടെ യാഥാർത്ഥ്യത്തെ മാറ്റാനുള്ള താക്കോലാണ്. ഇത് വെറുമൊരു ചിന്തയല്ല, മറിച്ച് നമ്മുടെ ആഗ്രഹങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ സഹായിക്കുന്ന ഒരു ശക്തമായ മാനസികാവസ്ഥയാണ്. നമ്മളൊരു കാര്യം നേടാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും അതിൽ അമിതമായി ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങുന്നു. നമ്മുടെ ഉള്ളിൽ ഒരുതരം അസ്വസ്ഥതയുണ്ടാകുന്നു. നമ്മൾ ചിന്തിക്കും, എനിക്കിതെപ്പോൾ ലഭിക്കും, അല്ലെങ്കിൽ ഇത് എന്തുകൊണ്ടാണ് ഇതുവരെ സംഭവിക്കാത്തത്? ഈ ചിന്താരീതി സാധാരണമായി തോന്നാമെങ്കിലും യഥാർത്ഥത്തിൽ ഇത് നമുക്ക് ഒരു തടസ്സമായി മാറുന്നു. യഥാർത്ഥ പ്രശ്നമെന്തെന്നാൽ, ഒരു കാര്യത്തിന്റെ കുറവ് നമ്മൾ അനുഭവിക്കുമ്പോൾ
പ്രപഞ്ചം അതേ ഊർജ്ജത്തെ നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കുന്നു. അതായത് നമ്മൾ എന്താണോ അനുഭവിക്കുന്നത് അത് കൂടുതൽ നമുക്ക് ലഭിക്കുന്നു. എനിക്ക് ആ കാര്യം കിട്ടിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ വാക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്ന വികാരം ഇപ്പോൾ അത് എന്റെ കൈവശം ഇല്ല എന്നതാണ്. നമ്മുടെ ശ്രദ്ധ നമ്മുടെ കൈവശമില്ലാത്ത കാര്യത്തിലായിരിക്കുമ്പോൾ പ്രപഞ്ചം ആ അവസ്ഥ നിലനിർത്തുന്നു. ഇനി ഇതിന് വിപരീതമായി ചിന്തിക്കുക. നമ്മളൊരു കാര്യം നേടാൻ ആഗ്രഹിക്കുന്നു, എന്നാൽ അത് ഇതിനകം തന്നെ നമ്മുടേതാണെന്ന് അനുഭവിക്കുന്നു. അപ്പോൾ നമ്മുടെ മുഴുവൻ കാഴ്ചപ്പാടും മാറുന്നു. നെവിൽ ഗോഡാർഡ് നമ്മളെ പഠിപ്പിക്കുന്നത് ഇതാണ്: നമ്മൾ വെറുതെ ആഗ്രഹിക്കുകയല്ല വേണ്ടത്, മറിച്ച് ആ ആഗ്രഹം പൂർത്തിയായതിന്റെ വികാരം ഉള്ളിൽ നിന്ന് അനുഭവിക്കണം. ഒരു കാര്യം ഇതിനകം തന്നെ നിങ്ങളുടേതാണെന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ നിങ്ങളുടെ മനസ്സ് ശാന്തമാകുന്നു. നിങ്ങൾ കാത്തിരിക്കുന്നത് നിർത്തുന്നു, അസ്വസ്ഥനാകുന്നത് നിർത്തുന്നു. നിങ്ങൾ ഇതിനു മുമ്പ് കഷ്ടപ്പെട്ടിരുന്ന കാര്യം പെട്ടെന്ന് സ്വാഭാവികമായി നിങ്ങളുടെ അടുത്തേക്ക് ആകർഷിക്കപ്പെടുന്നു. ഇത് മനസ്സിലാക്കാൻ ഒരു ലളിതമായ ഉദാഹരണമെടുക്കുക. നിങ്ങൾക്ക് ഒരു പുതിയ കാർ വേണമെന്ന് സങ്കൽപ്പിക്കുക. സാധാരണയായി നിങ്ങളത് നേടാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എനിക്കിപ്പോൾ ഈ കാർ ഇല്ല എന്ന ചിന്ത വരും. അത് നേടാൻ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ആവർത്തിച്ച് ചിന്തിക്കും. എന്നാൽ ഈ ചിന്ത മാറ്റി ഈ കാർ ഇതിനകം തന്നെ നിങ്ങളുടേതാണെന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങളുടെ മാനസികാവസ്ഥ പൂർണ്ണമായും മാറും. നിങ്ങളുടെ മനസ്സിൽ ഈ കാർ എന്റേതാണെന്ന് ഉറച്ച വിശ്വാസമുണ്ടാകുമ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് ആകുലപ്പെടുന്നത് നിർത്തും. അതിൽ അമിതമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നിർത്തും. അത് ലഭിച്ച അവസ്ഥയിൽ നിങ്ങൾ ജീവിക്കാൻ തുടങ്ങും. ഇപ്പോൾ നിങ്ങളുടെ മുഴുവൻ മനോഭാവവും മാറുന്നു. നിങ്ങൾ ആത്മവിശ്വാസം നിറഞ്ഞവനാകുന്നു. നിങ്ങളുടെ ഊർജ്ജം മാറുന്നു. ഈ മാറ്റം കാരണം പ്രപഞ്ചം നിങ്ങളെ അതേ കാര്യത്തിലേക്ക് തള്ളിവിടാൻ തുടങ്ങുന്നു. നെവിൽ ഗോഡാർഡ് ഈ സിദ്ധാന്തത്തെ കൂടുതൽ ആഴത്തിൽ വിശദീകരിക്കുന്നു. അസ്യൂം ഇസന്റ് ഹോപ്പിംഗ്, ഇറ്റ്സ് നോയിങ്. വിശ്വസിക്കുക എന്നത് പ്രതീക്ഷിക്കുകയല്ല, അറിയുക എന്നതാണ്. ഇത് വെറും പ്രതീക്ഷയുടെയോ ആഗ്രഹത്തിന്റെയോ കളിയല്ല, മറിച്ച് ഉറച്ച അറിവിന്റെയും വിശ്വാസത്തിന്റെയും അവസ്ഥയാണ്. നിങ്ങൾ ഒരു കാര്യം സംഭവിക്കാൻ വെറും കാത്തിരിക്കുമ്പോൾ അതിപ്പോൾ നിങ്ങളുടേതല്ല എന്ന് നിങ്ങൾ അറിയാതെ പ്രകടിപ്പിക്കുന്നു. എന്നാൽ അത് ഇതിനകം തന്നെ നിങ്ങളുടേതാണെന്ന് നിങ്ങൾ വിശ്വസിക്കുമ്പോൾ നിങ്ങൾ അതേ ഊർജ്ജത്തോടെ അതിലേക്ക് ആകർഷിക്കപ്പെടുന്നു. ഇപ്പോൾ ചോദ്യമിതാണ്: ഈ അവസ്ഥയിലേക്ക് എങ്ങനെ എത്താം? ഉത്തരം ലളിതമാണ്. നിങ്ങൾ ഇതിനകം ആ കാര്യം നേടിയെടുത്ത അവസ്ഥയിൽ മാനസികമായി സ്വയം സ്ഥാപിക്കുക. നിങ്ങളുടെ ആഗ്രഹം പൂർത്തിയായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന സന്തോഷം, സംതൃപ്തി, ആത്മവിശ്വാസം എന്നിവ ആഴത്തിൽ അനുഭവിക്കുക. നിങ്ങൾ ഈ വികാരം ആവർത്തിച്ചനുഭവിക്കുമ്പോൾ അത് പതുക്കെ നിങ്ങളുടെ ഉപബോധ മനസ്സിൽ പതിയും. ഈ വിശ്വാസം നിങ്ങളുടെ മാനസികാവസ്ഥയുടെ ഭാഗമാകുമ്പോൾ പ്രപഞ്ചവും നിങ്ങളുടെ ഈ പുതിയ ഊർജ്ജത്തിന് ഉത്തരം നൽകാൻ തുടങ്ങും. നിങ്ങളുടെ ആഗ്രഹങ്ങൾ പതുക്കെ യാഥാർത്ഥ്യമാകാൻ തുടങ്ങും. ഇതാണ് കാരണം നമ്മളൊരു കാര്യത്തെക്കുറിച്ച് വളരെയധികം ആകുലപ്പെടുമ്പോൾ അത് നമ്മളിൽ നിന്ന് കൂടുതൽ അകന്നുപോകുന്നു. എന്നാൽ നമ്മളൊരു കാര്യത്തെ സ്വാഭാവികമായി നമ്മുടേതാണെന്ന് വിശ്വസിക്കുമ്പോൾ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ അത് നമ്മുടെ ജീവിതത്തിൽ വരുന്നു. ഇതാണ് അസ്യൂം ദ ഫീലിംഗ് ഓഫ് ദ വിഷ് ഫുൾഫിൽഡ് എന്നതിന്റെ യഥാർത്ഥ രഹസ്യം. ഒന്നാമത്തെ പടി: പിന്നാലെ പോകുന്നത് നിർത്തുക. ആദ്യത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ പടി പിന്നാലെ പോകുന്നത് നിർത്തുക എന്നതാണ്. ഇത് കേൾക്കാൻ ലളിതമാണെങ്കിലും അതിന്റെ ഫലം ആഴമേറിയതും ജീവിതത്തെ മാറ്റുന്നതുമാണ്. നിങ്ങൾ ഒരു കാര്യം നേടുന്നതിനായി അതിനു പിന്നാലെ ഓടുമ്പോൾ നിങ്ങൾ അറിയാതെ അതിപ്പോൾ നിങ്ങളുടേതല്ല എന്ന് പ്രകടിപ്പിക്കുന്നു. ഈ ചിന്ത, ഈ ഊർജ്ജം പ്രപഞ്ചത്തിന് ഒരു സൂചന നൽകുന്നു. അതായത് ആ കാര്യം നിങ്ങൾക്കിപ്പോൾ ലഭിക്കാൻ പാടില്ല. നിങ്ങൾ എനിക്കിത് വേണം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വാക്കുകളിൽ ഒരു ഒളിഞ്ഞ അർത്ഥമുണ്ട്: എനിക്കിതിപ്പോൾ ഇല്ല. ഈ വികാരം നിങ്ങൾ ആവർത്തിച്ചനുഭവിക്കുമ്പോൾ അതേ വികാരം ആവർത്തിച്ച് നിങ്ങളുടെ യാഥാർത്ഥ്യത്തിൽ പ്രതിഫലിക്കാൻ തുടങ്ങുന്നു. ഇതിനർത്ഥം നിങ്ങൾ ഒരു കാര്യത്തിന് പിന്നാലെ എത്രത്തോളം ഓടുന്നുവോ അത്രത്തോളം അത് നിങ്ങളിൽ നിന്ന് അകന്നുപോകും. ഇനി ഇതിന് വിപരീതമായി ചിന്തിക്കുക. ആ കാര്യം ഇതിനകം നിങ്ങളുടേതായിരുന്നെങ്കിൽ നിങ്ങൾക്കെങ്ങനെ തോന്നുമായിരുന്നു? നിങ്ങൾ അസ്വസ്ഥനാകുമായിരുന്നോ? അത് എപ്പോൾ വരുമെന്ന് നിങ്ങൾ എപ്പോഴും ചിന്തിക്കുമായിരുന്നോ? തീർച്ചയായുമില്ല. നിങ്ങൾ ശാന്തനും സംതൃപ്തനും ആത്മവിശ്വാസം നിറഞ്ഞവനുമായിരിക്കുമായിരുന്നു. ഇതാണ് നിങ്ങളുടെ ആഗ്രഹങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്ന മാനസികാവസ്ഥ. പണം ഇതിന് ഒരു മികച്ച ഉദാഹരണമാണ്. ഒരു വ്യക്തി സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നുപോകുകയാണെന്ന് സങ്കൽപ്പിക്കുക. എനിക്ക് കൂടുതൽ പണം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അയാൾ നിരന്തരം ചിന്തിക്കുന്നു. പണത്തെക്കുറിച്ച് അയാൾ എപ്പോഴും ആകുലപ്പെടുന്നു. അത് നേടാൻ പലതരം പദ്ധതികൾ ഉണ്ടാക്കുന്നു. എന്നാൽ അയാൾ അതിനെക്കുറിച്ച് എത്രത്തോളം ചിന്തിക്കുന്നുവോ അത്രത്തോളം പണം അയാളിൽ നിന്ന് അകന്നുപോകുന്നു. കാരണം അയാളുടെ ഊർജ്ജം ഈ കുറവിനെയാണ് കാണിക്കുന്നത്. പ്രപഞ്ചം അതേ വികാരത്തെ പ്രതിഫലിപ്പിക്കുന്നു. മറുവശത്ത് ഇതിനകം സമ്പന്നരായ ആളുകൾ പണത്തെക്കുറിച്ച് അത്ര ചിന്തിക്കുന്നില്ല. അവർക്ക് വിശ്വാസമുണ്ട്, അവർക്ക് പണമുണ്ട്, അത് തുടർന്നും വന്നുകൊണ്ടേയിരിക്കും. ഇക്കാരണത്താൽ അവർക്ക് പണത്തെ സ്വാഭാവികമായി ആകർഷിക്കാൻ കഴിയുന്നു. ഈ നിയമം എല്ലാ കാര്യങ്ങൾക്കും ബാധകമാണ്. അത് പണമായാലും ബന്ധങ്ങളായാലും വിജയമായാലും മറ്റെന്തെങ്കിലുമായാലും. നിങ്ങൾ ഒരു കാര്യത്തിനായി ഉത്കണ്ഠപ്പെടുമ്പോൾ നിങ്ങൾ അതിന്റെ അഭാവത്തിന്റെ ഊർജ്ജമാണ് അനുഭവിക്കുന്നത്.
എന്നാൽ നിങ്ങൾ ഒരു കാര്യത്തെ ഇതിനകം നിങ്ങളുടേതാണെന്ന് വിശ്വസിക്കുമ്പോൾ നിങ്ങൾ അതിന്റെ ലഭ്യതയുടെ ഊർജ്ജം അനുഭവിക്കാൻ തുടങ്ങുന്നു. ഇപ്പോൾ ചോദ്യമിതാണ്, ഈ മാനസികാവസ്ഥ സ്വീകരിക്കാനുള്ള ശരിയായ മാർഗം എന്താണ്? ഉത്തരം വളരെ ലളിതമാണ്. നിങ്ങളുടെ ആഗ്രഹം ഇതിനകം തന്നെ പൂർത്തിയായി എന്ന് നിങ്ങളുടെ മനസ്സിൽ വിശ്വസിക്കുക. ഇത് ആഴത്തിൽ അനുഭവിക്കുക. അത് ഇതിനകം നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാണെന്ന് സങ്കൽപ്പിക്കുക. നിങ്ങൾക്കൊരു പുതിയ ജോലി വേണമെങ്കിൽ ആ ജോലി എപ്പോൾ എങ്ങനെ ലഭിക്കുമെന്ന് ചിന്തിക്കുന്നത് നിർത്തുക. പകരം നിങ്ങൾ ആ ജോലിയിൽ ഇതിനകം പ്രവർത്തിക്കുകയാണെന്ന് നിങ്ങളുടെ മനസ്സിൽ അനുഭവിക്കുക. ഒരു ബന്ധം മെച്ചപ്പെടുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ ബന്ധം എങ്ങനെയായിരിക്കുമെന്നതിനെക്കുറിച്ചുള്ള ഉത്കണ്ഠ ഉപേക്ഷിക്കുക. പകരം അത് ഇതിനകം സന്തുലിതവും സന്തോഷപ്രദവുമാണെന്ന് അനുഭവിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ എനിക്ക് ഇത് സംഭവിക്കണം എന്ന മാനസികാവസ്ഥയിൽ നിന്ന് പുറത്തുവന്ന് ഇത് ഇതിനകം സംഭവിച്ചു എന്ന മാനസികാവസ്ഥയിലേക്ക് പ്രവേശിക്കും. നിങ്ങളുടെ ഊർജ്ജം മാറുന്നതോടെ നിങ്ങളുടെ യാഥാർത്ഥ്യവും മാറാൻ തുടങ്ങും. നിങ്ങളുടെ ആഗ്രഹങ്ങളെ സ്വാഭാവികമായി ആകർഷിക്കാൻ സഹായിക്കുന്ന ആദ്യത്തെ പടിയാണിത്. രണ്ടാമത്തെ പടി, സംശയത്തെ നിയന്ത്രിക്കുക. ഒന്നാമത്തെ പടി പൂർത്തിയാക്കി നിങ്ങൾ പിന്നാലെ പോകുന്നത് നിർത്തി നിങ്ങളുടെ ആഗ്രഹം ഇതിനകം പൂർത്തിയായി എന്ന മാനസികാവസ്ഥയിലേക്ക് വന്നതിനുശേഷം തുടക്കത്തിലെല്ലാം ശരിയായി തോന്നും. നിങ്ങൾക്ക് ആത്മവിശ്വാസം തോന്നും. നിങ്ങളുടെ ഉള്ളിൽ ഒരു പുതിയ ഊർജ്ജം വരും. എല്ലാം നിങ്ങളുടെ അടുത്തേക്ക് ആകർഷിക്കപ്പെടുന്നതായി തോന്നും. എന്നാൽ കുറച്ചു സമയത്തിനു ശേഷം ഒരു ചെറിയ ശബ്ദം നിങ്ങളുടെ മനസ്സിൽ മുഴങ്ങാൻ തുടങ്ങും. എവിടെയാണ് എന്റെ ആഗ്രഹം? ഇതെന്തുകൊണ്ടാണ് ഇതുവരെ പൂർത്തിയാകാത്തത്? ഈ നിമിഷത്തിലാണ് മിക്ക ആളുകളും വീണ്ടും സംശയത്തിൽ അകപ്പെടുന്നത്. അവർ ചിന്തിക്കാൻ തുടങ്ങുന്നു, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? അല്ലെങ്കിൽ ഇത് ശരിക്കും എനിക്ക് സാധ്യമാണോ? ഈ സംശയം മനസ്സിൽ ഇടം പിടിക്കുന്നതോടെ നിങ്ങളുടെ മുഴുവൻ ഊർജ്ജവും നിങ്ങൾ പുറത്തുവരാൻ ശ്രമിച്ച അതേ ഇല്ലായ്മയുടെ അവസ്ഥയിലേക്ക് തിരിച്ചുപോകുന്നു. ഈ സംശയത്തെ ഒഴിവാക്കാൻ അനിശ്ചിതത്വത്തിൽ സമാധാനമായിരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. മിക്ക ആളുകളും കഷ്ടപ്പെടുന്നത് അനിശ്ചിതത്വം അംഗീകരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. അവർ എല്ലാം അവരുടെ നിയന്ത്രണത്തിലായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അവരുടെ ആഗ്രഹം എപ്പോൾ എങ്ങനെ പൂർത്തിയാകുമെന്ന് അവർക്കറിയണം. എന്നാൽ ഈ നിയന്ത്രണത്തിനുള്ള ആഗ്രഹം കാരണമാണ് യാഥാർത്ഥ്യം തടസ്സപ്പെടുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾ കൂടുതൽ ഉത്കണ്ഠപ്പെടാത്ത കാര്യങ്ങൾ സ്വയം നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു. നിങ്ങൾ കൂടുതൽ ആകുലപ്പെടുന്ന കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് അകന്നുപോകുന്നു. ഇതിന് കാരണം നിങ്ങൾ ഒരു കാര്യം ആഗ്രഹിക്കുകയും അത് സംഭവിക്കുന്ന സമയത്തെക്കുറിച്ചോ വഴിയെക്കുറിച്ചോ അക്ഷമനാകുകയും ചെയ്യുമ്പോൾ നിങ്ങൾ വീണ്ടും ഇല്ലായ്മയുടെ ഊർജ്ജത്തിലേക്ക് പോകുന്നു. പ്രപഞ്ചം നിങ്ങൾക്ക് അത് തിരികെ നൽകുന്നു. ഇതിനുള്ള പരിഹാരം പൂർണ്ണമായും വിട്ടുകൊടുക്കാൻ പഠിക്കുക എന്നതാണ്. എന്നാൽ വ്യാജമായ രീതിയിലല്ല, മറിച്ച് യഥാർത്ഥ വിശ്വാസത്തോടെ. നിങ്ങളുടെ ആഗ്രഹം എങ്ങനെ എപ്പോൾ പൂർത്തിയാകുമെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ ജോലിയല്ല എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ചെയ്യേണ്ടത് അതിതിനകം പൂർത്തിയായെന്ന് വിശ്വസിക്കുന്ന അവസ്ഥയിൽ തുടരുക എന്നതാണ്. നിങ്ങളുടെ മനസ്സ് ഇതെപ്പോൾ സംഭവിക്കും, അല്ലെങ്കിൽ ഇത് ശരിക്കും സംഭവിക്കാൻ പോകുന്നുണ്ടോ എന്ന് ചോദ്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങളോട് ഒരേയൊരു കാര്യം മാത്രം പറയുക: ഇത് ഇതിനകം സംഭവിച്ചു കഴിഞ്ഞു. എനിക്കത് അനുഭവിക്കുക മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. നിങ്ങൾക്ക് ഈ അവസ്ഥയിൽ സ്വയം നിലനിർത്താൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഊർജ്ജം സ്ഥിരമായി നിലനിർത്താൻ കഴിയും. സംശയത്തിന്റെ വലയിൽ അകപ്പെടാതെ രക്ഷപ്പെടാനും കഴിയും. ഓർക്കുക, യാഥാർത്ഥ്യം എപ്പോഴും നിങ്ങളുടെ ഊർജ്ജത്തെ പ്രതിഫലിക്കുന്നു. നിങ്ങൾ അക്ഷമനാകുമ്പോൾ നിങ്ങളുടെ ആഗ്രഹത്തെ നിങ്ങൾ കൂടുതൽ അകറ്റുന്നു. എന്നാൽ നിങ്ങൾ ശാന്തനായിരിക്കുകയും വിശ്വാസം നിലനിർത്തുകയും ചെയ്യുമ്പോൾ പ്രപഞ്ചം സ്വയം നിങ്ങളുടെ ആഗ്രഹങ്ങളെ നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. ഇതാണ് സംശയത്തെ നിയന്ത്രിക്കാനുള്ള യഥാർത്ഥ രഹസ്യം. മൂന്നാമത്തെ പടി, ക്ഷമയും ശാന്തതയും നിലനിർത്തുക. ഇപ്പോൾ നിങ്ങൾ പിന്നാലെ പോകുന്നത് നിർത്തി സംശയത്തെ നിയന്ത്രിക്കാൻ പഠിച്ചു. അടുത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ പടി ക്ഷമയും ശാന്തതയും നിലനിർത്തുക എന്നതാണ്. ഈ ഘട്ടത്തിലാണ് മിക്ക ആളുകളും തോൽവി സമ്മതിക്കുന്നത്. കാരണം അവർക്ക് പെട്ടെന്ന് ഫലം വേണം. ഒരു വ്യക്തി ഞാനിത് ഇതിനകം നേടി എന്ന അവസ്ഥയിലേക്ക് തന്റെ ഊർജ്ജത്തെ മാറ്റുമ്പോൾ കുറച്ചു ദിവസത്തേക്ക് ഈ പ്രക്രിയ വളരെ ശക്തമായി തോന്നും. എന്നാൽ കുറച്ചു സമയത്തിനു ശേഷം അവർക്ക് അവരുടെ പുറംലോകത്തൊരു മാറ്റവും കാണാൻ കഴിയാതെ വരുമ്പോൾ അവർ അസ്വസ്ഥരാകാൻ തുടങ്ങും. അവരുടെ മനസ്സിൽ ഒരു ചോദ്യം ഉയരും: ഞാൻ എല്ലാം ശരിയായി ചെയ്തു, എന്നിട്ടും ഇതെന്തുകൊണ്ടാണ് സംഭവിക്കാത്തത്? ഈ ചോദ്യം അവരെ വീണ്ടും അതേ കാത്തിരിപ്പിന്റെ അവസ്ഥയിലേക്ക് തള്ളിവിടുന്നു. അതിൽ നിന്ന് പുറത്തുവരാൻ അവർ ഇത്രയധികം കഷ്ടപ്പെട്ടിരുന്നു. ഓർക്കുക, യാഥാർത്ഥ്യത്തിൽ മാറ്റം വരാൻ സമയമെടുക്കും. ഇതിനെ ഒരു താമസമല്ല, മറിച്ച് ഒരു ക്രമീകരണമായി കാണുക. നിങ്ങളൊരു പുതിയ വിശ്വാസം സ്വീകരിക്കുമ്പോൾ, നിങ്ങളൊരു കാര്യം നിങ്ങൾക്കായി തീരുമാനിക്കുമ്പോൾ പ്രപഞ്ചം സ്വയം പുനഃക്രമീകരിക്കാൻ കുറച്ച് സമയമെടുക്കും. എന്നാൽ ഇതിനർത്ഥം ഒന്നും നടക്കുന്നില്ല എന്നല്ല. നിങ്ങളൊരു വിത്ത് നടുകയാണെന്ന് സങ്കൽപ്പിക്കുക. ആദ്യ കുറച്ച് ദിവസത്തേക്ക് നിങ്ങൾക്ക് മണ്ണിനു മുകളിലൊന്നും കാണാൻ കഴിയില്ല. എന്നാൽ ഇതിനർത്ഥം വിത്തിനുള്ളിൽ ഒരു ചലനവും നടക്കുന്നില്ല എന്നല്ല. മണ്ണിനടിയിൽ ആ വിത്ത് മുളയ്ക്കുന്ന പ്രക്രിയയിലാണ്. നിങ്ങൾ എല്ലാ ദിവസവും മണ്ണ് മാറ്റി നോക്കുകയാണെങ്കിൽ, അത് വളർന്നോ എന്ന് പരിശോധിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ അതിന്റെ സ്വാഭാവിക വളർച്ചയെ തടസ്സപ്പെടുത്തും. ഈ നിയമം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കും ബാധകമാണ്.
അതുകൊണ്ട് ഒന്നും നടക്കുന്നില്ലെന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ പോലും വിശ്വാസം നിലനിർത്തുന്നത് പ്രധാനമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം ഇതിനകം നിങ്ങളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുക. നിങ്ങൾ എത്രത്തോളം ശാന്തനായിരിക്കുമോ അത്രത്തോളം കാര്യങ്ങൾ സ്വാഭാവികമായി നിങ്ങളുടെ അടുത്തേക്ക് വരും. ഈ പ്രക്രിയയിൽ ആളുകൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റെന്തെന്നാൽ അവർ കുറച്ചു സമയം ക്ഷമയോടെ കാത്തിരിക്കും. എന്നാൽ അവരുടെ പുറം യാഥാർത്ഥ്യത്തിൽ മാറ്റം കാണാതെ വരുമ്പോൾ അവർ അസ്വസ്ഥരാകുന്നു. ഈ അസ്വസ്ഥത അവരെ വീണ്ടും ലേക്ക് മൈൻഡ്സെറ്റ്, അഭാവത്തിന്റെ മാനസികാവസ്ഥ എന്നതിലേക്ക് നയിക്കുന്നു. അതുവഴി അവർ അവരുടെ ഊർജ്ജത്തെ വീണ്ടും ഒരു നെഗറ്റീവ് ദിശയിലേക്ക് തള്ളിവിടുന്നു. അവരുടെ ആഗ്രഹങ്ങൾ കൂടുതൽ അകന്നുപോകുന്നു. അപ്പോൾ ഇതിനുള്ള പരിഹാരം എന്താണ്? പരിഹാരം ശാന്തമായിരിക്കാൻ പഠിക്കുക എന്നതാണ്. ഇതിനർത്ഥം നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഉപേക്ഷിക്കണം എന്നല്ല, മറിച്ച് അവ ലഭിക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾ യാതൊരു സമ്മർദ്ദവും എടുക്കരുത് എന്നാണ്. നിങ്ങൾ കാര്യങ്ങളെ സ്വാഭാവികമായി അംഗീകരിക്കുകയും സമയത്തിന്റെ ഒഴുക്കിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ അവ നിങ്ങളുടെ അടുത്തേക്ക് വേഗത്തിൽ വരാൻ തുടങ്ങും. നിങ്ങളുടെ ആഗ്രഹം പൂർത്തിയാകാൻ സമയമെടുക്കുന്നുവെന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ നിങ്ങളോട് ഒരേയൊരു ചോദ്യം മാത്രം ചോദിക്കുക: ഇതിനകം സംഭവിച്ചിരുന്നെങ്കിൽ എനിക്കെങ്ങനെ തോന്നുമായിരുന്നു? എന്നിട്ട് ആ വികാരത്തിൽ സ്വയം മുഴുകുക. നിങ്ങൾ ഈ വികാരത്തിൽ എത്രത്തോളം മുഴുകുന്നുവോ അത്രത്തോളം വേഗത്തിൽ നിങ്ങളുടെ യാഥാർത്ഥ്യം ആ ഊർജ്ജത്തെ പ്രതിഫലിപ്പിക്കാൻ തുടങ്ങും. ഓർക്കുക, ക്ഷമ എന്നത് വെറും കാത്തിരിക്കുകയല്ല, മറിച്ച് പരിഭ്രാന്തരാകാതെ, സംശയിക്കാതെ, തിടുക്കം കൂടാതെ നിങ്ങളുടെ ഊർജ്ജം സ്ഥിരമായി നിലനിർത്തുക എന്നതാണ്. യാതൊരു സമ്മർദ്ദവുമില്ലാതെ പൂർണ്ണമായ ശാന്തതയോടെ നിങ്ങൾ ഈ പ്രക്രിയ സ്വീകരിക്കുമ്പോൾ കാര്യങ്ങൾ സ്വയം നിങ്ങളുടെ അടുത്തേക്ക് ആകർഷിക്കപ്പെടാൻ തുടങ്ങും. ഇതാണ് യഥാർത്ഥ അലൈൻമെന്റ്. ഇതുവരെ യാഥാർത്ഥ്യത്തെ നിയന്ത്രിക്കേണ്ട ആവശ്യമില്ല, മറിച്ച് അതിനെ അംഗീകരിക്കുകയാണ് വേണ്ടതെന്ന് നിങ്ങൾ മനസ്സിലാക്കി. നിങ്ങൾ പിന്നാലെ പോകുന്നത് നിർത്തുമ്പോൾ സംശയിക്കുന്നത് നിർത്തും. ക്ഷമയോടും ശാന്തതയോടും കൂടി നിങ്ങളുടെ വിശ്വാസം നിലനിർത്തും. അപ്പോൾ കാര്യങ്ങൾ സ്വയം നിങ്ങളുടെ അടുത്തേക്ക് ആകർഷിക്കപ്പെടാൻ തുടങ്ങും. ഇതാണ് അവസാന ഘട്ടം. ഇവിടെ നിങ്ങൾക്ക് വെറുതെ വിട്ടുകൊടുക്കുക മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. ഇതിനർത്ഥം നിങ്ങൾ ആഗ്രഹങ്ങൾ ഉപേക്ഷിക്കണമെന്നല്ല, മറിച്ച് അവ ഇതിനകം നിങ്ങളുടേതാണെന്ന് നിങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കണമെന്നാണ്. നിങ്ങൾ ഈ അവസ്ഥയിലെത്തുമ്പോൾ നിങ്ങൾക്കൊന്നും ചെയ്യേണ്ടതില്ല, വെറുതെ ആയിരിക്കുക മാത്രം മതി. നിങ്ങൾ ഈ അവസ്ഥയിലായിരിക്കുമ്പോൾ പ്രപഞ്ചം സ്വാഭാവികമായി നിങ്ങളുടെ ഊർജ്ജത്തെ പ്രതിഫലിപ്പിക്കാൻ തുടങ്ങും. യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ കാര്യങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ തുടങ്ങും. ഇപ്പോൾ നിങ്ങളുടെ കൈവശം നിങ്ങളുടെ ജീവിതം മുഴുവൻ മാറ്റാൻ കഴിയുന്ന ഒരു രഹസ്യമുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ പിന്നാലെ പോകുന്നത് നിർത്തുമ്പോൾ മാത്രമേ നിങ്ങളുടെ അടുത്തേക്ക് വരൂ. നിങ്ങൾ സംശയിക്കുന്നത് നിർത്തും, നിയന്ത്രണം വിട്ടുകൊടുക്കും, പൂർണ്ണമായി വിശ്വസിക്കും. അപ്പോൾ കാര്യങ്ങൾ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ തുടങ്ങും. ഇപ്പോൾ ചോദ്യമിതാണ്: നിങ്ങൾ വീണ്ടും അതേ പഴയ അമിതചിന്തയുടെയും സംശയത്തിന്റെയും അസ്വസ്ഥതയുടെയും മാനസികാവസ്ഥയിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അതോ ശരിക്കും പ്രവർത്തിക്കുന്ന കാര്യം ചെയ്യുമോ? ഒന്നും ചെയ്യേണ്ടതില്ല. ശാന്തനായിരിക്കുക, വിശ്വസിക്കുക, നിങ്ങളുടെ ജീവിതം ഒഴുകിപ്പോകാൻ അനുവദിക്കുക. ഈ വീഡിയോ നിങ്ങളുടെ ചിന്തകളിൽ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓർക്കുക, ചിലപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ശക്തമായ കാര്യം ഒന്നും ചെയ്യാതിരിക്കുക എന്നതാണ്. വെറുതെ ആയിരിക്കാൻ അനുവദിക്കുക. നന്ദി.